ആലുവ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു. ആലുവയിൽ നടന്ന ഇരട്ട കവർച്ചകൾക്ക് ശേഷം കടന്നുകളഞ്ഞ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയ റൂറൽ SP-യുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായ SI ശ്രീലാൽ SS, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് അമീർ NA, മനോജ് KM, മാഹിൻഷാ അബൂബക്കർ, അഫ്സൽ VA എന്നിവരെ ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആലുവ ഒരു സെന്റർ ഓഫ് അൺട്രസ്റ്റ്, കൊലപാതകങ്ങൾ, മോഷണം എല്ലാം ഇവിടെ നടക്കുകയായിരുന്നു. അന്ന് എല്ലാവരും പോലീസിനെ കുറ്റം പറയുകയായിരുന്നു. പലതവണ ഇവിടുത്തെ പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. അതൊരു ശാശ്വതമായ ഒരു പരിഹാരമായില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള പോലീസ് വളരെ പ്രാപ്തമായ ആളുകളാണ്. വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വാട്സാപ്പിൽ വായിക്കുകയുണ്ടായി. കേരള പോലീസ് വളരെ പ്രാപ്തിയുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസാണ് ഇന്ന് ഇന്ത്യയിൽ. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ പ്രവൃത്തികൾ അവർ നടത്താൻ രാഷ്ട്രീയമായ ഇടപാടുകൾ കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഞാൻ. അത് ശരിയായിരിക്കും കേട്ടോ. എന്തായാലും ഇവരെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്വന്തം ജീവൻ പണയം വെച്ച് അന്യസംസ്ഥാനത്ത് ചെന്ന് പ്രതികളെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയ സ്ക്വാഡിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും പോലീസിനും ആലുവയിലെ ജനങ്ങൾക്കും അഭിമാനമായി മാറിയെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. തുടർന്ന് ഉദ്യോഗസ്ഥരെ ഉപഹാരം നൽകി ആദരിച്ചു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് പോലീസുകാർ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്നത് കാരണം നമുക്ക് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി തിരിച്ചു വരാൻ സാധിച്ചു. ആലുവയിൽ ഇതുപോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു മോഷണം അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ഉണ്ടായ സമയത്ത് നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ഇവരെ ട്രേസ് ചെയ്യാനും നമ്മൾ അതിൻ്റെ പുറകെ ഒരു 3-4 ദിവസം ഇതിൻ്റെ പുറകെ വേറെ മറ്റു പല ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് നിന്നവരാണ് ട്രേസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവർ ഇത്ര ദൂരെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് എല്ലാം മാറ്റിവെച്ച് ഇറങ്ങി തിരിച്ച് അവരെ പോയി പിടിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും തന്നതിന് വളരെയധികം നന്ദി. എതിർക്കേണ്ടടുത്ത് എതിർക്കുകയും അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ പറയുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് പൗരാവകാശ സംരക്ഷണ സമിതി. 25 വർഷക്കാലമായി ഈ സംഘടന അതിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, ജനകീയ വിഷയങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തുണ്ടായ ആലുവയിലെ 2 ഇരട്ട കവർച്ചകൾ, ആ 2 ഇരട്ട കവർച്ചകൾ നടത്തിയത് അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ്. ഈ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ അവർ ക്രിമിനൽസും അവർ ഭയങ്കര ഭീകരന്മാരുമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അവരെ ഈ കവർച്ചയ്ക്ക് ശേഷം ആലുവയിൽ നിന്നും ഒളിവിൽ പോയി രാജസ്ഥാനിലെ അജ്മീറിലായിരുന്നു അവർ ഒളിവിൽ താമസിച്ചത്. അവർ ഉറവിടം ഇവിടുന്ന് സെർച്ച് ചെയ്ത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സ്ക്വാഡ്, റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അജ്മീറിൽ പോയി ആ പ്രതികളെ പിടികൂടുകയുണ്ടായി. അതിനിടയിലാണ് ആ കവർച്ചാ സംഘം, ആ മോഷ്ടാക്കൾ അവർക്ക് നേരെ വെടിയുതിർത്തിയതും അവിടെ ഒരു സംഘർഷം ഉണ്ടായതും. അതിനെല്ലാം നേരിട്ട ആലുവയിലെ പോലീസ് സ്ക്വാഡിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരായ ആ 5 ഉദ്യോഗസ്ഥരെ ഇവിടെ ഇന്ന് പൗരാവകാശ സംരക്ഷണ സമിതി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. ആ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കും. ഇതാണ് പൗരാവകാശ സംരക്ഷണ സമിതി അർഹതയ്ക്കുള്ള അംഗീകാരമായി എന്നും തുടർന്നു വരുന്നത്. പൗരാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സാബു പരിയാരത്ത്, വിവിധ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളായ ചിന്നൻ ടി പൈനാടത്ത്,
PA ഹംസക്കോയ, NM സത്യദേവൻ, PD രാജൻ, എടത്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കരീം, പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ജോൺസൺ മുളവരിക്കൽ, VX ഫ്രാൻസിസ്, നിസാം പുഴുത്തറ, ഹനീഫ് കുട്ടോത്ത്, മുഹമ്മദ് ബഷീർ, ഷെരീഫ് കുർപ്പാലി, മുസ്തഫ എടയപ്പുറം, സുലൈമാൻ അമ്പലപ്പറമ്പ്, ബാബു കുളങ്ങര, അബ്ബാസ് തോഷിബപുരം, ബാവക്കുട്ടി ബഷീർ, OV ജോസ്, സലീം KM സൗണ്ട്, PC രാജൻ, മോഹനൻ തോട്ടക്കാട്ടുകര, ജലീൽ ആലുവ എന്നിവർ സംസാരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI അബ്ദുൾ റൌഫ്, SI സന്തോഷ് കുമാർ, SI താജ് വർഗീസ്, ASI സാൻവർ തുടങ്ങി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.